ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഒരു 3-4 കുഞ്ഞ് ബീൻസ് അരിഞ്ഞത്, പച്ചമുളക്, ക്യാരറ്റ്. ഇനി നമ്മൾ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനമാണ് ചിക്കൻ്റെ എല്ല് ഇല്ലാതെ വേണം നമുക്ക് ചിക്കൻ എടുക്കാൻ. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് തൈര്. ഇതൊന്ന് പുരട്ടിയെടുക്കാനായിട്ട് മാത്രമാണ് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ആ ചിക്കനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓരോ പീസായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ബട്ടറാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളത് ക്യാരറ്റ്, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ വെജിറ്റബിളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ എല്ലാം നിങ്ങൾക്കിടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണ് കേട്ടോ.
ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഈ തേങ്ങയുടെ കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനത് ചേർക്കാഞ്ഞത്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കാം നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെന്നും അല്ലാതെയല്ലേ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത്, ചിക്കനൊന്നും ഇടാതെയല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.